ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 17-18 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരാൻ പോകുന്ന PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ ടാലന്റ് റാങ്ക് ഫെയിൽ ഇപ്പോൾ റെഡിയാണ്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോക്ക് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. 7593985757 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമും അല്ല. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഉറപ്പായും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ ട്രൈ ചെയ്ത് നല്ലപോലെ പഠിച്ച് തന്നെ എഴുതുക. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണിച്ചാറാണ്. എവിടെയാണ്? കണിച്ചാറിലാണ് ഇത്തരത്തിലൊരു കേന്ദ്രം എന്താണ് സ്ഥാപിതമാകാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കണിച്ചാറാണ് ഈ ഒരു മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാവുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കേരളത്തിൽ എന്താണ് ശാസ്ത്രീയമായിട്ട് ആദ്യമായിട്ടാണ് എന്താണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാവുന്നത്. അപ്പോൾ എന്താണ് മണ്ണിടിച്ചിൽ, അതേപോലെയുള്ള ആ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്രമാണിത്. ഈ കേന്ദ്രം സ്ഥാപിതമാകാൻ പോകുന്നത് എവിടെയാണ്? കണിച്ചാറാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് മഴ പെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം കാലാവസ്ഥ മോശമാവുന്ന രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുന്നതും അതുമൂലമുള്ള അപകടങ്ങളും ഒക്കെ നമ്മൾ എല്ലാ വർഷവും ഈ ഒരു കാലാവസ്ഥ മാറ്റം ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേന്ദ്രം സ്ഥാപിക്കുന്നത്. എവിടെയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. കണ്ണൂർ ജില്ലയിലാണ്. കണിച്ചാറാണ് ഈ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നത്. ഇനി ഒരു ബയോ സെൻസറുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ബയോ സെൻസറാണ്? പാമ്പിന്റെ വിഷം അളക്കുന്നതിനും ചികിത്സ വേഗത്തിലാക്കുന്നതിനുമായിട്ട് സഹായിക്കുന്ന ഒരു ബയോ സെൻസറാണ്. ഇത് വികസിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഗവേഷകർ വികസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പാമ്പിന്റെ വിഷം, ശരീരത്തിലെ പാമ്പിന്റെ വിഷം അളക്കുന്നതിനും വേണ്ടിയിട്ട് ആണ് ഈ ഒരു ബയോ സെൻസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളമാണ് ആ ഒരു പാമ്പിന്റെ വിഷം ഉള്ളത് എന്നുള്ളത് അളക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിനനുസരിച്ച് ഡോക്ടർമാർക്ക് ആന്റിവനം നൽകി ഇതിന്റെ ചികിത്സാ രീതി വളരെ വേഗത്തിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ബയോ സെൻസർ കണ്ടുപിടിച്ചത് ആരൊക്കെ ചേർന്നാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. തൃശ്ശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനവും അതേപോലെ തിരുവനന്തപുരത്തെ ഒരു ബയോ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കേരള ബയോയും ചേർന്നിട്ടാണ് ഈ ഒരു ബയോ സെൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് വികസിപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. പാമ്പിന്റെ വിഷം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ബയോ സെൻസർ കണ്ടുപിടിച്ചത്? തൃശ്ശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനവും അതേപോലെ തിരുവനന്തപുരത്തുള്ള ബയോ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കേരള ബയോയും ചേർന്നിട്ടാണ് ഇത് വികസിപ്പിച്ചത്. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ലോക പാമ്പ് ദിനം എന്നാണെന്ന് കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ജൂലൈ 16 എല്ലാ വർഷവും ലോക പാമ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് പുറത്തുവിട്ട ആനുവൽ റിവ്യൂ ഓഫ് സ്റ്റേറ്റ് ലോസ് 2025 പ്രകാരം 2021-നും 2025-നും ഇടയിലുള്ള കാലയളവിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിനങ്ങളുള്ള സംസ്ഥാനം ഏതെന്നാണ്? കേരളമാണ് കേട്ടോ. കേരളമാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2021-നും 2025-നും ഇടയിലുള്ള ഈ ഒരു കാലയളവിൽ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരള ലെജിസ്ലേറ്റീവിലാണെന്നാണ് ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങൾ ഉള്ളതെന്നാണ് പറയുന്നത്. എത്ര ദിവസങ്ങളാണ്? 41 ദിവസങ്ങളാണ് പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 41 ദിവസങ്ങൾ, ശരാശരി 41 ദിവസങ്ങൾ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ലെജിസ്ലേറ്റീവിൽ ആ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒരു റിപ്പോർട്ട് ആരാണ് പുറത്തുവിട്ടതെന്ന് പറഞ്ഞു. PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ആനുവൽ റിവ്യൂ ഓഫ് സ്റ്റേറ്റ് ലോസ് 2025 എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് കേരളം
2021 25 വർഷം 2021 2025 എന്നീ ഒരു വർഷങ്ങൾക്കിടയിൽ ഇടയിലുള്ള കാലയളവിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങളുള്ള സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത് 41 ദിവസങ്ങളാണെന്ന് പറഞ്ഞു. ഈ ഒരു പട്ടികയിൽ ഈ ഒരു കണക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് എന്നാണ് രണ്ടാം സ്ഥാനത്തുള്ള കാര്യം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈ ഒരു 2021 25 ഇടയിലുള്ള കാലയളവിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്, 39 ദിവസമാണ്. ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് കർണാടകയാണ്. എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത്? എത്ര ദിവസമാണ്? 37 ദിവസമാണ് കർണാടകയിൽ ഈ ഒരു ആവറേജ് സമ്മേളന ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്താണ് ആനുവൽ റിവ്യൂ ഓഫ് സ്റ്റേറ്റ് ലോസ് 2025 ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കണക്കെടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ 27 സംസ്ഥാനങ്ങളെയും അതേപോലെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങളാണ് കണക്കെടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞത് 2021-25 വർഷത്തിലുള്ള ഈ ഒരു രാജ്യത്തുള്ള ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങളാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രമല്ല ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്, നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ കേരളം ഒന്നാമതെത്തിയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അതൊന്ന് പ്രധാനമായിട്ടും ഓർത്തു വെക്കുക. ആ ഒരു റിപ്പോർട്ട് ആരാണ് പുറത്തുവിട്ടതെന്ന് പറഞ്ഞു? PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടാണിത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇറക്കാൻ സാധിക്കുന്ന ആംബിഫിയൻ വിമാനം പറത്താൻ ലൈസൻസ് ഉള്ള രാജ്യത്തെ ഏക വ്യക്തി ആയത് ആരെന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അരുൺ ഗോപാണ്. ആരാണ്? അരുൺ ഗോപാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? എന്താണ് കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ ഇറക്കാൻ സാധിക്കുന്ന എങ്ങനത്തെ ഉള്ള വിമാനമാണ്? ആംബിഫിയൻ വിമാനം. ഈ ഒരു വിമാനം പറത്താനായിട്ട് ലൈസൻസ് നേടിയ ഏക വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അരുൺ ഗോപ്. ഇനി ഇദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അരുൺ ഗോപ് അദ്ദേഹം ഒരു മലയാളിയാണ്. ഇനി അദ്ദേഹത്തിന് ലൈസൻസ് ലഭിച്ച ആ ഒരു വിമാനത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ്? ആംബിഫിയൻ വിമാനമാണ്. വെള്ളത്തിലും അതേപോലെ കരയിലും ഇറക്കാനും ടേക്ക് ഓഫ് ചെയ്യാനായിട്ടും കഴിയുന്ന തരത്തിലുള്ള വിമാനമാണ്. ഈ ഒരു വിമാനത്തിന്റെ ലൈസൻസ് നേടുന്ന അല്ലെങ്കിൽ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു വ്യക്തിയാണ് അരുൺ ഗോപ്. നിലവിൽ അരുൺ ഗോപ് അദ്ദേഹത്തിന് മാത്രമേ ഈ ഒരു ലൈസൻസ് ഉള്ളൂ. ഇനി കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ 5 ദ്വീപുകളിലേക്ക് സർവീസ് നടത്തുന്ന വിമാനം പറത്താനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതല ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിമാനം കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലെ 5 ദ്വീപുകളിലേക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു സർവീസ് നടത്തേണ്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ലൈസൻസ് ഉള്ള നമ്മുടെ രാജ്യത്തെ ഏക വ്യക്തിയാണ് അരുൺ ഗോപ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച ഗുജറാത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഉഞ്ച ജീരകം, അതേപോലെ ഉഞ്ച പെരുംജീരകം. അപ്പോൾ ഈ ഒരു 2 ജീരകം ഉഞ്ച പെരുംജീരകം ഉണ്ട്, അതേപോലെ ഉഞ്ച ജീരകമുണ്ട്. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഭൗമ സൂചിക പദവി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു 2 കാർഷിക ഉൽപ്പന്നങ്ങളും ഏത് സംസ്ഥാനത്ത് നിന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ GI ടാഗ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും സംസ്ഥാനങ്ങളാണ് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കേണ്ടത്. ഉഞ്ച ജീരകം, ഉഞ്ച പെരുംജീരകം രണ്ടും ഗുജറാത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഗുജറാത്തിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവ എന്ന് പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെ പേരിലുമുള്ള ഉഞ്ച എന്ന് പറയുന്നത് ഉറപ്പായും ഗുജറാത്തിലെ ഒരു പ്രദേശമായിരിക്കും. അപ്പോൾ നമ്മുടെ സ്പൈസസിനൊക്കെ, അതായത് സുഗന്ധ വ്യഞ്ജനങ്ങൾക്കൊക്കെ വളരെ പ്രശസ്തിയാർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഉഞ്ച എന്ന് പറയുന്നത്. അത് ഗുജറാത്തിലാണ്. അപ്പോൾ ഉഞ്ചയിൽ നിന്നുള്ള ജീരകം അതേപോലെ പെരുംജീരകം എന്നിവയ്ക്ക് അടുത്തിടെ GI ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. മധ്യപ്രദേശിലെ കെയ്ൻ നദിയെ ഉത്തർപ്രദേശിലെ ബെത്വ തടാകവുമായി ബന്ധിപ്പിക്കുന്ന നദീ സംയോജന പദ്ധതിക്കെതിരെ മധ്യപ്രദേശിലെ ആദിവാസികൾ നടത്തുന്ന സമരം ഏതെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിതാ പ്രക്ഷോഭം. ചിതാ പ്രക്ഷോഭമാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം? ഈ ഒരു പ്രക്ഷോഭത്തിനുള്ള കാരണം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു പദ്ധതി മൂലമാണ് ഈ ഒരു സമരം നടക്കുന്നത്. കെയ്ൻ നദിയെ ഉത്തർപ്രദേശിലെ ബെത്വ തടാകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നദീ സംയോജന പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി വരുന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നു. എന്നാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു അവർ മാറി താമസിക്കുന്നത് മൂലമുള്ള അല്ലെങ്കിൽ അവരുടെ സ്ഥലം ഏറ്റെടുക്കുന്നത് മൂലമുള്ള കറക്റ്റായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള പുനരധിവാസം കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നതിനെ ചൊല്ലിയാണ് ഈ ഒരു പ്രക്ഷോഭം
നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കണം, പുനരധിവാസം കറക്റ്റായിട്ട് നടക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ചിതാ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അവിടെയുള്ള ആദിവാസികൾ മധ്യപ്രദേശിലെ ഛത്തർപൂരിലാണ്, ഓർത്തു വെക്കുക, എവിടെയാണ് ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത്? ഛത്തർപൂരിലാണ്, മധ്യപ്രദേശിലെ ഛത്തർപൂരിലാണ്. അവിടെയുള്ള ബരാണ നദിയിലുള്ള ഒരു പാലത്തിന് കീഴിലായിട്ടാണ് ഈ ഒരു ചിതാ പ്രക്ഷോഭം നടക്കുന്നത്. അവർ ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത് ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത പോലുള്ള സംവിധാനം കൊണ്ട് അതിൽ കിടന്നുകൊണ്ടാണ് ഈ ഒരു ചിതാ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അത് നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പിന്നെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേറെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ജലസേചന സൗകര്യങ്ങൾക്കുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട്. ഇനി ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളെ നയിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അമിത് ഭട്നാഗർ. അപ്പോൾ അദ്ദേഹം നിലവിൽ ഈ ഒരു നിരാഹാര സമരത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ആയിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇനി നമ്മൾ ഈ പദ്ധതി ഏതാണെന്നൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കെയിൻ നദിയെ ഉത്തർപ്രദേശിലെ ബത്വ തടാകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നദീ സംയോജന പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു സമരമാണ് ചിതാ പ്രക്ഷോഭം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇനി വരുന്ന നമ്മുടെ 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മികച്ച രീതിയിൽ പരിശീലിക്കുവാൻ വേണ്ടിയിട്ട് ടാലന്റിന്റെ 10th ലെവൽ PQ ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൽ 30 സെറ്റ് ചോദ്യ പേപ്പറുകളാണ് ലഭിക്കുന്നത്. അതിലൂടെ 3000 ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ PYQ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 60%, ഓക്കെ, ഒരു 50% നമുക്ക് PQ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ വർഷത്തെയും PQ നിങ്ങൾ പഠിക്കുന്നത് അതോ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടെത്തി അതിന്റെ എക്സ്പ്ലനേഷൻസ് ഓരോന്നും കണ്ടെത്തി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ ബുക്കിലൂടെ ലഭിക്കുന്നതാണ്. 30 സെറ്റുകളും അതിന്റെ 3000 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുക്കളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർക്ക് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2026 ദേശീയ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയത് ഏത് എയർപോർട്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഖജുരാഹോ വിമാനത്താവളമാണ്, മധ്യപ്രദേശിലെ ഖജുരാഹോ വിമാനത്താവളമാണ് ഈ ഒരു സർവേയിലെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയത് അതോറിറ്റി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. റിപ്പോർട്ടിൽ 2026 ദേശീയ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള വിമാനത്താവളമാണ് നമ്മൾ നോക്കിയത്. ഖജുരാഹോ വിമാനത്താവളമാണ്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും കസ്റ്റമർ റിവ്യൂ അനുസരിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. യാത്രാ സൗകര്യം, സുരക്ഷ, ശുചിത്വം, അതേപോലെ വിവരങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാറ്റഗറി നോക്കിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് വിമാനത്താവളമാണെന്ന് ഓർത്ത് വെക്കുക. ഖജുരാഹോ വിമാനത്താവളത്തിനാണ് ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് എത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലേജ് ലെവൽ ടെലികോം നെറ്റ്വർക്ക് സർവേ നടത്തുന്നതിനായി തപാൽ വകുപ്പുമായി കരാറിൽ ഒപ്പുവെച്ച സ്ഥാപനം ഏതെന്നാണ് നോക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ നമ്മുടെ തപാൽ വകുപ്പും ചേർന്നുകൊണ്ട് ഒരു സർവേ നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സർവേ ആണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലേജ് ലെവൽ ടെലികോം നെറ്റ്വർക്ക് സർവേ ആണ് നടത്തുന്നത്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു സർവേ നടത്തുന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള കരാറിൽ അവർ ഒപ്പുവെച്ചിരിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലും മറ്റും കറക്റ്റായിട്ട് ഈ ഒരു ഡിജിറ്റൽ നെറ്റ്വർക്ക് സേവനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെന്നുള്ളതും അതേപോലെ എത്രത്തോളമാണ് അവയുടെ അവൈലബിലിറ്റി എന്നുള്ള കാര്യങ്ങളുമൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ തപാൽ വകുപ്പും അതേപോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഫോർച്യൂൺ ഇന്ത്യ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ 2026 1ാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് നോട്ട് ചെയ്ത് വെക്കുക. നിത അംബാനിയാണ്. ആരാണ്? നിത അംബാനിയാണ് ഈ ഒരു ഇൻഡെക്സിൽ, ഈ ഒരു പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുന്നത് ഫോർച്യൂൺ ഇന്ത്യ ആണെന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും ശക്തരായ മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടികയിൽ 2026 ഈ ഒരു പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് നിത അംബാനിയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് റിലയൻസ് ഫൗണ്ടേഷന്റെ ഫൗണ്ടറും അതേപോലെ തന്നെ ചെയർപേഴ്സണുമാണ് ആരാണ്? നിത അംബാനി. ഇനി ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ബിസിനസ്, സാമൂഹ്യ സേവനം, നേതൃത്വ പാടവം എന്നീ മേഖലകളിലെ ഇന്ത്യയിലെ
ഇന്ത്യയിലെ വനിതകൾ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അത് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഇൻഡെക്സിൽ 2026 ഈ ഒരു ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നിത അംബാനിയാണ്. ഇനി 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റോഷ്നി മൽഹോത്രയാണ്. റോഷ്നി നാടാർ മൽഹോത്രയാണ് 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോർച്യൂൺ ഇന്ത്യ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടിക 2026 1-ാം സ്ഥാനത്തുള്ളത് നിത അംബാനിയാണ്. 2-ാം സ്ഥാനത്തുള്ളത് റോഷ്നി നാടാർ മൽഹോത്രയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് ഇതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ മലയാളി വംശജനായ ആദ്യത്തെ നാസ യാത്രികൻ ആരെന്നാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അനിൽ മേനോനാണ്. ആരാണ്? അനിൽ മേനോനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം യാത്ര പുറപ്പെടും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധ്യമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന മലയാളി വംശജനായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ വേരുകളുള്ള ആദ്യത്തെ നാസ യാത്രികനായിട്ട് മാറിയിരിക്കുകയാണ് ഡോക്ടർ അനിൽ മേനോൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം സോയൂസ് MS-29 എന്നുള്ള പേടകത്തിലൂടെയാണ് യാത്ര ചെയ്തത് നമ്മൾ പറഞ്ഞതാണ്. സോയൂസ് MS-29 എന്നുള്ള പേടകത്തിലൂടെയാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. എന്നാണ് ഈ ഒരു വിക്ഷേപണം നടന്നത്? ഈ ഒരു വാഹനത്തിന്റെ വിക്ഷേപണം നടന്നതെന്നാണ് 2026 2026 ജൂലൈ 14 വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെ നിന്നാണ് വിക്ഷേപണം നടന്നത്? കസാഖിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു വിക്ഷേപണം സാധ്യമായിട്ടുണ്ടായിരുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 8 മാസത്തോളം നീളുന്ന ഗവേഷണങ്ങൾ നടത്തുക, അതേപോലെ മൈക്രോഗ്രാവിറ്റിയിൽ നമ്മുടെ മനുഷ്യ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു വിക്ഷേപണം സാധ്യമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ എത്തിയതിനു ശേഷം ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ് വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ മലയാളി വംശജനായ ആദ്യത്തെ നാസ യാത്രികനാണ് അനിൽ മേനോൻ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പെയിനും അർജന്റീനയുമാണ്. സ്പെയിനും അർജന്റീനയുമാണ് 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ. ഇനി ഫൈനലിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ്. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സ്പെയിനും അർജന്റീനയുമാണ് ഫൈനലിലേക്ക് വേണ്ടിയിട്ട് യോഗ്യത നേടിയിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സെമി ഫൈനലിൽ സ്പെയിൻ ഏത് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വന്നത്? ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് സ്പെയിന് വരാനായിട്ട് സാധിച്ചത്. അതേപോലെ അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി 2022 ലോകകപ്പിൽ ഫിഫ വേൾഡ് കപ്പിൽ വിജയിച്ചതാരായിരുന്നു? അത് അർജന്റീനയായിരുന്നു. 2022 ജേതാക്കൾ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫിഫയുമായി ബന്ധപ്പെട്ട നിരവധി പോയിന്റ്സ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫൈനലിൽ വരുന്ന ടീമുകൾ സ്പെയിനും അർജന്റീനയുമാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 22ാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ഭാഗ്യചിഹ്നം ഏതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. മയൂർ ആണ്. മയൂർ ആണ് 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. അപ്പോൾ 2026 22ാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മത്സരത്തിന്റെ വേദി വരുന്നത് ന്യൂഡൽഹിയാണ്. ഡൽഹി സർക്കാരും അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ടാണ് സംയുക്തമായിട്ടാണ് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മയൂർ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം നമ്മൾ പറഞ്ഞു നമുക്കറിയാം, നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനോട് ആദരസൂചകമായിട്ടാണ് മയൂർ എന്നുള്ള ഭാഗ്യചിഹ്നം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 22ാമത് മത്സരമാണ് 2026 നടക്കുന്നത്. ന്യൂഡൽഹിയാണ് വേദിയായിട്ട് വരുന്നത്. ഭാഗ്യചിഹ്നം മയൂറാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. കുവൈറ്റ് പുതിയതായി ആരംഭിച്ച ദീർഘകാല റെസിഡൻസി പ്രോഗ്രാമിലെ ആദ്യത്തെ 15 വർഷത്തെ ഗോൾഡൻ റെസിഡൻസി പെർമിറ്റ് ലഭിച്ചത് ആർക്കെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. MA യൂസഫ് അലിക്കാണ്. ആർക്കാണ്? MA യൂസഫ് അലിക്കാണ് ഈ ഒരു പെർമിറ്റ് ലഭിച്ചത്. ഗോൾഡൻ റെസിഡൻസി പെർമിറ്റ് ആണ്. ഗോൾഡൻ റെസിഡൻസി പെർമിറ്റ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. കുവൈറ്റിൽ തന്നെ ദീർഘകാല റെസിഡൻസി പ്രോഗ്രാം ആണ്. അതിന്റെ ആദ്യത്തെ 15 വർഷത്തേക്കുള്ള ഈ ഒരു ഗോൾഡൻ റെസിഡൻസി പെർമിറ്റ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി MA യൂസഫ് അലി
മലയാളി, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, വ്യവസായിയാണ് അദ്ദേഹം. ലുലു ഗ്രൂപ്പിന്റെ ഫൗണ്ടറും അതേപോലെ അതിന്റെ ചെയർമാനുമാണ് അദ്ദേഹം. ഇനി ഈ ഒരു ഗോൾഡൻ റെസിഡൻസി പെർമിറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പെർമിറ്റ് ആദ്യമായിട്ടാണ് കുവൈറ്റ് ഒരു വിദേശിക്ക് നൽകുന്നത് എന്നുള്ള കാര്യവും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തിടെ ഈ ഒരു പെർമിറ്റ് ലഭിച്ചിട്ടുള്ള മലയാളി ആയിട്ടുള്ള വ്യവസായി ആരാണ്? MA യൂസഫ് അലിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ 500-ലധികം പേർ മരിച്ചതായി കണക്കാക്കുന്ന ബോട്ട് അപകടം ഉണ്ടായത് എവിടെയെന്നാണ്? നോട്ട് ചെയ്ത് വെക്കുക. മ്യാൻമാറിലാണ്. എവിടെയാണ്? മ്യാൻമാറിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ 500-ലധികം ആളുകൾ ഇതിലൂടെ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മ്യാൻമാറിലെ റാഖൈൻ എന്നുള്ള സംസ്ഥാനത്ത് നിന്നും റാഖൈൻ എന്നുള്ള സംസ്ഥാനത്ത് നിന്നും വന്നിട്ടുള്ള 2 ബോട്ടുകളിലായിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. 2 ബോട്ടുകളും വംശീയപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ഈ ഒരു ബോട്ടുകളിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് വംശീയ ന്യൂനപക്ഷക്കാരായിട്ടുള്ള റോഹിംഗ്യൻ എന്നുള്ള വിഭാഗക്കാരാണ്. റോഹിംഗ്യൻ, ഓർത്തു വെക്കുക. റോഹിംഗ്യൻ എന്നുള്ള വിഭാഗം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 500-ലധികം ആളുകൾ ഇതിനകം മരിച്ചിട്ടുണ്ട് എന്നാണ്, അപകടത്തിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് മ്യാൻമാറിലാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ 5 പുതിയ വിത്തിനങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഒന്ന് നമുക്കത് നോട്ട് ചെയ്ത് വെക്കുക. തേജസ്വിനി എന്നുള്ള മുളകാണ്. അതേപോലെ മേധ എന്ന് പറയുന്നത് ബ്രഹ്മിയാണ്, ഒരു തരത്തിലുള്ള ബ്രഹ്മിയാണ് മേധ എന്ന് പറയുന്നത്. ഇനി രാമച്ചം, സൗഗന്ധിക എന്നുള്ള ഒരു രാമച്ചം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റു ഒരു വിളയിനമാണ് കൊച്ചിൻ പ്രൈഡ്. കൊച്ചിൻ പ്രൈഡ് അതെന്താണ്? ഇഞ്ചിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. കൊച്ചിൻ പ്രൈഡ് ഇഞ്ചിയാണ്. ഇനി മറ്റൊന്നാണ് ഗോൾഡൻ ഫിംഗർ. മഞ്ഞളാണ് ഗോൾഡൻ ഫിംഗർ. ഇങ്ങനെ 5 തരത്തിലുള്ള പുതിയ കാർഷിക ഇനങ്ങളാണ് വിള ഇനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആരാണ് ഇത് വികസിപ്പിച്ചതെന്ന് പറഞ്ഞു? കേരള കാർഷിക സർവകലാശാല അംഗീകരിച്ച് പുറത്തിറക്കിയിരിക്കുന്ന 5 വിളകളാണ് നമ്മൾ പറഞ്ഞ് ഓരോന്നും നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു വിയോഗമാണ്. 2026 ജൂലൈയിൽ അന്തരിച്ച എഴുത്തുകാരിയും ചിത്രകാരിയും അതേപോലെ അധ്യാപികയുമായ വ്യക്തി ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഡോക്ടർ വി പത്മാവതിയാണ്. ആരാണ്? വി പത്മാവതിയാണ്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു? എഴുത്തുകാരിയാണ്, അതേപോലെ ചിത്രകാരിയായിരുന്നു, അധ്യാപികയുമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആത്മകഥ വി പത്മാവതിയുടെ ആത്മകഥയുടെ പേരെന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നുള്ളതാണ് ആത്മകഥ. അപ്പോൾ അന്തരിച്ചത് 2026 ജൂലൈയിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് CPO WCPO എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 2026 എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 2027 എക്സാം ആണ്. ഇനി ഒരു വർഷത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു CPO എക്സാം ഈ വർഷം എഴുതി കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു എക്സാം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി എന്തായാലും അടുത്ത CPOയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാം. അപ്പോൾ ഈ ഒരു CPO WCPO എക്സാമിനുള്ള 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ടാലന്റിൻ്റെ WCPO CPO ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മുൻവർഷ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ടാലന്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്? കണിച്ചാറാണ്. കണ്ണൂർ ജില്ലയിലെ കണിച്ചാറാണ് സ്ഥാപിതമാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പാമ്പിന്റെ വിഷം അളക്കുന്നതിനും അതേപോലെ ചികിത്സ വേഗത്തിലാക്കുന്നതിനുമായിട്ട് ഒരു ബയോ സെൻസർ കേരളത്തിലെ ഗവേഷകർ കണ്ടെത്തി എന്നുള്ള കാര്യമായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു. PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് റിപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ആനുവൽ റിവ്യൂ ഓഫ് സ്റ്റേറ്റ് ലോസ് 2025 ആണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2021 2025 ഇടയിലുള്ള കാലയളവിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2ാം സ്ഥാനത്തുള്ളത് ഒഡീഷയാണ്. 3ാം സ്ഥാനത്ത് കർണാടകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ കരയിലും വെള്ളത്തിലും ഒരേപോലെ ഇറക്കാൻ സാധിക്കുന്ന ആംഫിബിയൻ വിമാനം പറത്താൻ ലൈസൻസ് ഉള്ള രാജ്യത്തെ ഏക വ്യക്തി ആരെന്നാണ്? അരുൺ ഗോപാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള 5 ദ്വീപിലേക്കാണെന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിമാനം പറത്തുവാൻ വേണ്ടിയിട്ടുള്ള ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച ഗുജറാത്തിലെ 2 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഏതൊക്കെയാണത്? ഉഞ്ച ജീരകം, അതേപോലെ ഉഞ്ച പെരുംജീരകം എന്നിവയാണ്. അപ്പോൾ ഉഞ്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ സ്പൈസസിനൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അത്
കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? ചിതാ പ്രക്ഷോഭമാണ്. ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നദീ സംയോജന പദ്ധതിക്കെതിരെയായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ എന്താണ്, ഇതുമൂലം ഈ ഒരു നദീ സംയോജന പദ്ധതി വരുന്നത് മൂലം അവിടെയുള്ള ജനങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നഷ്ടപരിഹാരവും അതേപോലെ പുനരധിവാസവും ലഭിക്കുന്നില്ല എന്നതിനെ ചൊല്ലി നടത്തുന്ന ഒരു പ്രക്ഷോഭമാണ് ചിതാ പ്രക്ഷോഭം. മധ്യപ്രദേശിലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നടക്കുന്നത്. അപ്പോൾ മധ്യപ്രദേശിലെ കെയ്ൻ നദിയെ ഉത്തർപ്രദേശിലെ ബദ്വ തടാകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു നദീ സംയോജന പദ്ധതിക്കെതിരെയായിട്ടാണ് നടക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 2026 ദേശീയ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയത് ഏത് എയർപോർട്ട് എന്നാണ്. അപ്പോൾ ഖജുരാഹോ വിമാനത്താവളമാണ് ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലേജ് ലെവൽ ടെലികോം നെറ്റ്വർക്ക് സർവേ നടത്തുന്നതിനായിട്ട് തപാൽ വകുപ്പുമായി കരാറിൽ ഒപ്പുവെച്ച സ്ഥാപനം ഏതെന്നാണ് നോക്കിയത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇതിനു വേണ്ടിയിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഫോർച്യൂൺ ഇന്ത്യ ഏറ്റവും ശക്തനായ വനിതകളുടെ പട്ടികയിൽ 2026 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിധ അംബാനിയാണ്. 2ാം സ്ഥാനത്തുള്ളത് രോഷ്നി നാടാർ മൽഹോത്രയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ മലയാളി വംശജനായ ആദ്യ നാസ യാത്രികൻ ആരെന്നാണ്. അനിൽ മേനോനാണ്. അപ്പോൾ 2026 ജൂലൈ 14 സോയൂസ് MS-29 എന്നുള്ള പേടകത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. ശേഷം നമ്മൾ നോക്കിയത് 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയെന്നാണ്. സ്പെയിനും അർജന്റീനയുമാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ മത്സരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഭാഗ്യചിഹ്നമായിരുന്നു. 22ാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ഭാഗ്യചിഹ്നം ഏതാണ്? മയൂർ എന്നുള്ളതാണ് ഭാഗ്യചിഹ്നം. ശേഷം നമ്മൾ നോക്കിയത് കുവൈറ്റ് പുതിയതായി ആരംഭിച്ചിട്ടുള്ള ദീർഘകാല റെസിഡൻസി പ്രോഗ്രാമിലെ ആദ്യത്തെ 15 വർഷത്തെ ഗോൾഡൻ റെസിഡൻസി പെർമിറ്റ് ലഭിച്ചത് ആർക്കെന്നാണ്. അടുത്തിടെ ലഭിച്ച ഒരു മലയാളിയാണ്. MA യൂസഫ് അലി എന്നുള്ള മലയാളിയായിട്ടുള്ള വ്യവസായിക്കാണ് ഈ ഒരു പെർമിറ്റ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ 500-ലധികം പേർ മരിച്ചതായി കണക്കാക്കുന്ന ബോട്ട് അപകടം ഉണ്ടായത് എവിടെയെന്നാണ്. മ്യാൻമാറിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് കേരള സർവകലാശാല അടുത്തിടെ പുറത്തിറക്കിയ 5 പുതിയ വിള ഇനങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ തേജസ്വിനി മുളകാണ്, അതേപോലെ മേധ എന്ന് പറയുന്ന ബ്രഹ്മി, സൗഗന്ധിക എന്നുള്ള രാമച്ചം, കൊച്ചിൻ പ്രൈഡ് എന്നുള്ള ഇഞ്ചി, ഗോൾഡൻ ഫിംഗർ എന്നുള്ള മഞ്ഞൾ എന്നിവയാണ് പുറത്തിറക്കിയത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ജൂലൈയിൽ അന്തരിച്ച എഴുത്തുകാരിയും ചിത്രകാരിയും അധ്യാപികയുമായ വ്യക്തി ആരെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഡോക്ടർ വി പത്മാവതിയാണ്. ഇനി വി പത്മാവതിയുടെ ആത്മകഥയുടെ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നുള്ളതാണ് ആത്മകഥയുടെ പേര്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 കൊട്ടാരക്കര ഭരത് മുരളി കൾച്ചർ സെന്റർ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മോഹൻലാൽ, ഓപ്ഷൻ ബി കമൽ, ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി മമ്മൂട്ടി. അടുത്ത ചോദ്യം ഇതാണ്. 2026 ജൂലൈയിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ വിശിഷ്ട വ്യക്തികൾക്കുള്ള സീനിയർ ഫെലോഷിപ്പിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സുനിൽ പി ഇളയിടം, ഓപ്ഷൻ ബി രാജശേഖരൻ, ഓപ്ഷൻ സി ഡോക്ടർ M ലീലാവതി, ഓപ്ഷൻ ഡി ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ബ്ലേഡ് മാഫിയയുടെ ചൂഷണവും അതേപോലെ ഭീഷണിയും ഇല്ലാതാക്കാൻ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ കുബേരയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹരൻ കൈരളിയാണ് ഈ ഒരു ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.